തഹാനി സ്റ്റീൽസ് എടക്കഴിയൂർ ചാവക്കാട്. ആളൂക്കാരൻ ജുവല്ലറി മുതുവട്ടൂർ, ചേറ്റുവ റോഡ് ചാവക്കാട്, ചേറ്റുവ റോഡ് വാടാനപ്പള്ളി, ഒരുമനയൂർ. ഉദ്ഘാടനത്തിനായി കാത്തുകിടന്ന ഗുരുവായൂരിലെ അഗ്നിരക്ഷാ നിലയം ഏതു സമയവും നിലംപൊത്താറായ പഴയ കെട്ടിടത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ കഴിയുന്നത് ചങ്കിടിപ്പോടെ. ഗുരുവായൂർ ക്ഷേത്രനഗരിയിൽ ആധുനിക സംവിധാനങ്ങളോടെ പുതിയ അഗ്നിരക്ഷാ നിലയം നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും ഉദ്ഘാടനം ഇതുവരെ നടന്നിട്ടില്ല. തെക്കേനടയിൽ പന്തായിൽ ക്ഷേത്രത്തിന് സമീപം ഗുരുവായൂർ ദേവസ്വം സ്ഥലത്ത് ദേവസ്വം 4.5 കോടി ചെലവഴിച്ചാണ് ആധുനിക സംവിധാനങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. നിലവിൽ വടക്കേനടയിൽ ശ്രീകൃഷ്ണ സ്കൂളിന് സമീപമുള്ള ദേവസ്വത്തിന്റെ ഇടുങ്ങിയ കെട്ടിടത്തിലാണ് ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. കാലപ്പഴക്കത്താൽ ഏത് സമയവും നിലംപൊത്താറായ അവസ്ഥയിലാണ് ഈ കെട്ടിടം. മഴ പെയ്താൽ വെള്ളം കെട്ടിടത്തിനകത്തേക്ക് ഒഴുകി വരുന്ന അവസ്ഥയാണ്. കെട്ടിടത്തിലെ കോൺക്രീറ്റ് പാളികൾ പലയിടത്തും അടർന്നു വീഴുന്നുണ്ട്. ഭിത്തികളിൽ വിള്ളൽ വീണും നിലം തകർന്നുമാണ് കിടക്കുന്നത്. ഇതെല്ലാം മൂലം ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ ഭീതിയോടെയാണ് കെട്ടിടത്തിനുള്ളിൽ കഴിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നിർമ്മാണം പൂർത്തീകരിക്കാതിരുന്നതിനാൽ ഇതിന് കഴിഞ്ഞില്ല. നിലവിൽ കെട്ടിടത്തിന്റെ വാടകയുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങളാണ് കെട്ടിടം അഗ്നി സുരക്ഷാ സേനയ്ക്ക് കൈമാറാൻ തടസ്സമായി നിൽക്കുന്നതെന്നാണ് വിവരം. MLAയുടെ പിടിപ്പുകേടാണ് ഇതിനു കാരണമെന്ന് BJP മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ആരോപിച്ചു. ഗുരുവായൂർ ഫയർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് പരിഹരിക്കേണ്ട വിഷയം ഇപ്പോൾ കാലങ്ങളായിട്ട് പരിഹരിക്കാതെ കിടക്കുകയാണ്. അതായത് ഇപ്പോഴത്തെ ഫയർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഏത് സമയത്തും പൊളിഞ്ഞു വീഴാറായ ഒരു കെട്ടിടത്തിലാണ്. അത് എത്രയും പെട്ടെന്ന് മാറ്റി നിലവിലൊരു കെട്ടിടം പണി പൂർത്തീകരിച്ച് ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനം തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് ഇതുവരെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് MLA അടക്കമുള്ളവരുടെ പിടിപ്പുകേട് ഈ വിഷയത്തിലുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോ UDFന്റെ ഗവൺമെന്റ് വന്ന നിലയ്ക്ക് ഗുരുവായൂർ പോലത്തെ ഒരു സ്ഥലത്ത് അത്യാധുനിക രീതിയിലുള്ള ഫയർ സ്റ്റേഷൻ വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇതിൽ MLAയും ഇവിടത്തെ സംസ്ഥാന സർക്കാർ UDFന്റെ സംസ്ഥാന സർക്കാരും ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. കാലങ്ങളായിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യാതെ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ല രീതിയിൽ ഒരു ബിൽഡിംഗ് അവിടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അതിലേക്ക് ഫയർ സ്റ്റേഷന്റെ ഉദ്യോഗസ്ഥർക്കോ മറ്റു കാര്യങ്ങൾക്കോ മാറാൻ സാധിച്ചില്ല. കാരണം ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ചില സാങ്കേതിക കാരണങ്ങൾ അത് പരിഹരിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഭരണകർത്താക്കളാണ്. അവരുടെ പിടിപ്പുകേട് കാരണം ഗുരുവായൂരിൽ ഫയർ സ്റ്റേഷൻ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആ വിഷയം പരിഹരിക്കണം. നിലവില് ഈ ഫയർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സാഹചര്യം സത്യത്തിൽ നമുക്ക് വളരെ വിഷമം തോന്നും. കാരണം ഇത്രയും എന്താ പറയാ, നമ്മള് വിശാലമായി എല്ലാ വികസനവും വന്നു എന്ന് പറയുന്ന ഈ സമയത്തും പ്രാകൃതമായ എത്രയോ വർഷം പഴക്കമുള്ള കെട്ടിടമാണ് അത്. എനിക്ക് തോന്നുന്നു അവിടെ പണ്ട് ദേവസ്വം സ്കൂളിന്റെ ഒരു ഭാഗമായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ പഴക്കമുള്ള ഒരു കെട്ടിടം. അതിൽ എങ്ങനെയാണ് ഇപ്പൊ മഴയും അതുപോലെ വലിയ എന്താ പറയുക ഇത്തരത്തിലുള്ള കാറ്റും മഴയും വരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് പോലും എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. കാരണം അത്രയും അപകട ഭീഷണിയിലാണ് ആ കെട്ടിടം. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇവിടുത്തെ MLAയും സംസ്ഥാന സർക്കാരും ഇടപെട്ടിട്ട് ഒരു കാര്യമില്ല. ഒരു ജീവൻ നഷ്ടപ്പെടാതിരിക്കുകയാണ് വേണ്ടത്. കൃത്യമായിട്ട് ഈ വിഷയത്തിൽ MLAയും സംസ്ഥാന സർക്കാരും ഇടപെടണം. അഗ്നി സുരക്ഷാ സേനയ്ക്ക് കെട്ടിടം കൈമാറുന്നത് സംബന്ധിച്ചുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാരും MLAയും അടിയന്തരമായി ഇടപെടണമെന്നും അനിൽ മഞ്ചറമ്പത്ത് ആവശ്യപ്പെട്ടു. ഇത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആളൂക്കാരൻ ജുവല്ലറി മുതുവട്ടൂർ, ചേറ്റുവ റോഡ് ചാവക്കാട്, ചേറ്റുവ റോഡ് വാടാനപ്പള്ളി, ഒരുമനയൂർ. 916 BIS ഹോൾമാർക്ക് ഗോൾഡ് and 925 സ്റ്റെർലിംഗ് സിൽവർ ഓർണമെന്റ്സ്. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.